മലബാർ മേഖലയിലെ ഒരു സാഹചര്യം കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. കോഴിക്കോട് നിന്ന് സിനോജ് തോമസ് ചേരുന്നുണ്ട്. സിനോജ്, ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ മഴയിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് പ്രത്യേകിച്ചും കോഴിക്കോട് ഉൾപ്പെടെ ഉണ്ടായത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? ഇപ്പോഴും മഴ തുടരുകയാണോ? രഞ്ജിത്ത്, അതിരാവിലെ മഴയില്ല. കാരണം കുട ചൂടാതെ നിൽക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ നല്ല മഴമേഘം ആകാശത്തുണ്ട്. ഏത് നിമിഷവും ഒറ്റപ്പെട്ട കനത്ത മഴ പെയ്തേക്കാം. കഴിഞ്ഞ രാത്രിയിലും അതിശക്തമായ മഴയില്ലെങ്കിലും ഒറ്റപ്പെട്ട മഴയാണ് കോഴിക്കോട് ജില്ലയിലും സമീപ ജില്ലകളിലും ഉണ്ടായിട്ടുള്ളത്. ഇന്ന് കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. അതായത് ഒറ്റപ്പെട്ട മഴ അതിശക്തമായി പെയ്യുമെന്ന മുന്നറിയിപ്പുണ്ട്. ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിനുള്ളിൽ ഒറ്റപ്പെട്ട മഴയുണ്ടാകും. 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും ഇടിമിന്നലുള്ള സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തീരമേഖലയിൽ ജാഗ്രത നിർദ്ദേശം തുടരുകയാണ്. ഇന്നലെ രാത്രിയൊക്കെ തന്നെ കോഴിക്കോടിന്റെ തീരമേഖലയിൽ അതിശക്തമായ കാറ്റുണ്ടായിരുന്നു. മത്സ്യബന്ധനത്തിന് പൂർണ്ണമായി വിലക്കുണ്ട്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ് തുടരുകയാണ്. കഴിഞ്ഞ രാത്രി താമരശ്ശേരി ചുരത്തിലെ വ്യൂ പോയിന്റിന് സമയം ഒരു പാറക്കഷ്ണം റോട്ടിലേക്ക് വീണിരുന്നു. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. 3 താലൂക്കുകളിലായി താമരശ്ശേരി, കൊയിലാണ്ടി, കോഴിക്കോട് താലൂക്കുകളിലായി 34 കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായും വീടുകൾ തകർന്നതുകൊണ്ടും വെള്ളം കയറിയത് കൊണ്ടുമാണ്. ചില സ്ഥലങ്ങളിൽ ഓട കവിഞ്ഞൊഴുകി വീടുകളിലേക്ക് വെള്ളം കയറിയിരുന്നു. ആ കുടുംബങ്ങളെയൊക്കെ തന്നെ ഈ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ജില്ലയിൽ 27 വീടുകളാണ് ഭാഗികമായി തകർന്നു പോയിരിക്കുന്നത്. കുന്നമംഗലം ഭാഗത്ത് 2 കിണറുകളും ഇടിഞ്ഞു താഴ്ന്നിരുന്നു. 2018 പ്രളയത്തിൽ പോലും തകരാതിരുന്ന റോഡ് മാവൂരിൽ 16-ാം വാർഡിൽ ഇന്നലെ തകർന്നിരുന്നു. ആ റോഡ് അത്യാവശ്യം ഗതാഗത യോഗ്യമാക്കാനുള്ള നടപടികൾ പഞ്ചായത്ത് തലത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. സ്ഥലം MLA ഒക്കെ തന്നെ അവിടെ സന്ദർശനം നടത്തിയിരുന്നു. പന്തീരങ്കാവിൽ ദേശീയപാതയും ഇന്നലെ തകർന്നിരുന്നു. അങ്ങനെ റോഡ് സംബന്ധമായ അപകടങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്നു. 27 വീടുകൾ ഭാഗ്യമേ തകരുകയും ചെയ്തിരിക്കുന്നു. ഇന്നും മഴ മുന്നറിയിപ്പ് മലബാർ മേഖലയിൽ തുടരുകയാണ്. രഞ്ജിത്ത്, ശരി, സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.